1957 ആദ്യ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ CPI അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞ ഏക നേതാവ് MN ഗോവിന്ദൻ നായർ മാത്രമായിരുന്നു. ബാക്കി സഖാക്കളൊന്നും അത്തരത്തിലൊരു പ്രതീക്ഷ വെച്ചു പുലർത്തിയില്ല. അത് പറയാനുള്ള ധൈര്യം MN നൽകിയത് വർഗ ബഹുജന സംഘടനകളിലെ സാധാരണ സഖാക്കളും പൊതുജനങ്ങളുമായി അദ്ദേഹത്തിനുണ്ടായിരുന്ന അടുപ്പമായിരുന്നു. നാട്ടകങ്ങളിലേക്ക് കാൽനടയായി കടന്നു ചെല്ലുമ്പോഴാണ് രാഷ്ട്രീയ പ്രവർത്തകന് ജനഹിതം അറിയാൻ കഴിയുന്നത്. അധികാര കസേരയിലും അതിനു ചുറ്റുമായി കറങ്ങിയാൽ, സമൂഹ മാധ്യമ പോസ്റ്റുകൾക്ക് മുകളിൽ മാത്രം കയറിയിരുന്നാൽ അത് അസാധ്യമാണ്. ജനഹിതത്തിൻ്റെ അളവുകോൽ കൈമോശം വന്നതറിയാതെ മൂന്നാം ഭരണം എന്ന അമിതാവേശം മാത്രം തലയ്ക്ക് പിടിച്ചെടുത്തു നിന്ന് തന്നെ തോൽവിയിലേക്കുള്ള വഴി വെട്ടിത്തുടങ്ങിയിരുന്നു. പാർട്ടിക്ക് വേണ്ടി പണിയെടുക്കുന്നവരെ വെയിലത്തു നിർത്തി ചാനൽ ക്യാമറകൾക്ക് മുന്നിലും ചാനൽ മുറികളിലും നടത്തിയ വാചാടോപങ്ങൾ കൊണ്ട് കേരളത്തെ ഒരിക്കൽ കൂടി കൈവെള്ളയിലാക്കാം എന്ന് കരുതിയവരുടെ വലിയ പിഴവാണ് പാർട്ടിക്ക് സംഭവിച്ചത്. CPMന്റെ വിഗ്രഹങ്ങൾക്കും അവരെ ജപിച്ചു നടന്ന കീഴ്ശാന്തിമാർക്കും ഒഴികെ കേരളത്തിലെ ഏത് കൊച്ചുകുട്ടിക്കും മനസ്സിലായ കാര്യം പാർട്ടി നേതൃത്വത്തിന് മനസ്സിലാകാതെ പോയതാണ് അത്ഭുതപ്പെടുത്തുന്നത്. ഈ കൂട്ടത്തോൽവി CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറയുന്നത് പോലെ അപ്രതീക്ഷിതമല്ലായിരുന്നു. രാഷ്ട്രീയം സാമാന്യമായി വിലയിരുത്തുന്ന ഏതൊരാളും പ്രതീക്ഷിച്ചത് തന്നെയാണ്. സർക്കാർ വിലാസം ചാനലുകളിൽ നിന്ന് അവതാരങ്ങൾ തട്ടിവിടുന്ന കണക്കിൽ അഭിരമിച്ചപ്പോൾ സത്യം വളരെ വിദൂരത്തായിരുന്നു എന്ന് ഭരണത്തിലുള്ളവരൊന്നും തിരിച്ചറിഞ്ഞില്ല. AC കാറിൽ നിന്നിറങ്ങി ബസ്സിലും തീവണ്ടിയിലും സാധാരണക്കാരോടൊപ്പം സഞ്ചരിച്ചിരുന്നെങ്കിൽ മനസ്സിലാകുന്ന കേവല യാഥാർത്ഥ്യം മാത്രമായിരുന്നു ഈ തോൽവി. CPM നേതൃത്വം സ്വന്തം അണികളോട് ഒന്ന് സംസാരിച്ചിരുന്നെങ്കിൽ ഈ തോൽവി മണത്തറിയാമായിരുന്നു. പാർട്ടിയുടെ ജനകീയ അടിത്തറ എന്നത് ഒരു ആലങ്കാരിക പ്രയോഗം മാത്രമായി ചുരുങ്ങിയ കാലത്ത് ഇത്രയേ സംഭവിച്ചുള്ളൂ എന്നോർത്ത് അണികൾക്കെങ്കിലും ആശ്വസിക്കാവുന്നതാണ്.